കുടിവെള്ളത്തിനാവശ്യമായി മീൻകരയിലേക്ക് വെള്ളം തുറന്നു. കമ്പാലത്തറ ഏരിയയിൽ നിന്നാണ് വെള്ളം തുറന്നത്. കൊല്ലങ്കോട്, എലവഞ്ചേരി, മുതലമട, വടവന്നൂർ പഞ്ചായത്തുകളിലായി 10,000-ലധികം ഉപഭോക്താക്കളുള്ള കുടിവെള്ള പദ്ധതിയാണ് മീങ്കര ഡാമിലേത്. 39 അടി പരമാവധി ജലനിരപ്പുള്ള മീങ്കരയിൽ ശനിയാഴ്ച 19.4 അടിയാണ് ഉണ്ടായിരുന്നത്. 18% മാത്രം വെള്ളമാണ് നിലവിൽ ഡാമിലുള്ളത്. ജലനിരപ്പ് 20 അടിയിലും താഴെയായതിനാൽ വെള്ളത്തിന് പച്ചനിറവും അരുചിയുമുണ്ടായി. ശുചീകരണ സംവിധാനം ഫലപ്രദമായി പ്രവർത്തിച്ചിട്ട് പോലും കുടിക്കാനോ പാചകത്തിനോ വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. ഇതോടെയാണ് പറമ്പിക്കുളം ആളിയാർ കരാറിൽ നിന്ന് ലഭിക്കുന്ന വെള്ളം മീങ്കരയിലേക്ക് തുറക്കേണ്ട സാഹചര്യമുണ്ടായത്. വെള്ളം തുറന്നുവിട്ടതിനെക്കുറിച്ച് കെ ബാബു എം.എൽ.എ പ്രതികരിച്ചു. മീങ്കര പ്രധാനമായും വേനൽക്കാലത്ത് കുടിവെള്ളത്തെ ആശ്രയിക്കുന്ന ഡാമാണെന്നും ആ പ്രോജക്റ്റ് പരിപൂർണമായി നടക്കണമെങ്കിൽ ഞങ്ങൾക്ക് ആവശ്യമായ വെള്ളം കിട്ടേണ്ടതാണ് എന്ന ആവശ്യം ഉയർന്നിരുന്നു. അന്ന് മൂലത്തറയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് 180 ഘനയടി വെള്ളമാണ്. പിന്നീട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും ഗവൺമെൻറ്റിൻ്റെയും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ ഉള്ളവരുടെയും ഇടപെടലിൻ്റെ ഭാഗമായി മൂലത്തറയിലേക്ക് 240 ഘനയടി വെള്ളം വരെ 250 ഘനയടി വെള്ളം വരെ നമുക്ക് ലഭ്യമായി. ഇപ്പോൾ കമ്പാലത്തറ ഏരിയ നിറഞ്ഞിരിക്കുന്നു. അതിനർത്ഥം ഹെഡപ്പിൽ ആ 5 അടിയെങ്കിലും എത്തണം. അതായതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ ഇയും ടാക്സിയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും അവരുടെ എല്ലാം അറിയിപ്പിൻ്റെ കൂടെ ഭാഗമായി മീങ്കരയിലേക്ക് വെള്ളം നിറയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. മീങ്കരയിലേക്ക് വെള്ളം തുറക്കണമെന്നാവശ്യപ്പെട്ട് മുതലമട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കൽപ്പനാദേവി, വൈസ് പ്രസിഡന്റ് എം താജുദ്ദീൻ എന്നിവർ ചിറ്റൂർ പുഴ പദ്ധതി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കണ്ടിരുന്നു. UTV ന്യൂസ്, പാലക്കാട്.